ബൈജു രവീന്ദ്രൻ ജയിലിലേക്കോ? സ്വാഗതം പ്രോഫിറ്റ് 24 ഡെയിലി റൗണ്ടപ്പിലേക്ക്. എഡ്ടെക് കമ്പനിയായ ബൈജൂസിൻ്റെ സ്ഥാപകനും മലയാളിയുമായ ബൈജു രവീന്ദ്രന് കോടതിയലക്ഷ്യ കേസിൽ 6 മാസത്തെ ശിക്ഷ വിധിച്ച് സിംഗപ്പൂർ കോടതി. ജൂൺ 15 കോടതിയിൽ നേരിട്ട് ഹാജരാവാൻ ബൈജു രവീന്ദ്രനോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അധികൃതർക്ക് മുന്നിൽ കീഴടങ്ങാനും $70,500 നിയമനിർവഹണ ചെലവിനത്തിൽ കെട്ടിവെക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ബൈജൂസിൽ നിക്ഷേപകരായ ഖത്തർ ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റിയുടെ ഉപകമ്പനി നൽകിയ കേസിലാണ് ബൈജു രവീന്ദ്രന് കനത്ത തിരിച്ചടി കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. നിക്ഷേപകരുമായുള്ള പ്രശ്നപരിഹാരം അന്തിമഘട്ടത്തിലാണെന്നും അനാവശ്യ തിടുക്കമാണ് കോടതി കാട്ടിയതെന്നും ബൈജു രവീന്ദ്രൻ കുറ്റപ്പെടുത്തി. വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ സംഘർഷ പരിഹാരം ഇപ്പോഴും അകലെയാണ്. ആക്രമിക്കുന്നവർക്ക് ശവക്കുഴി ഒരുക്കുമെന്ന പ്രസ്താവനയുമായി ഇറാൻ രംഗത്തെത്തി. സംഘർഷ സാഹചര്യം ഉടലെടുത്തോടെ എണ്ണവില വീണ്ടും $100 കടന്നു. ബ്രന്റ് ക്രൂഡ് വില 4.3% കുതിച്ച് $103.3 US WTI ക്രൂഡ് വില $94.34 ഉയർന്നു. ക്രൂഡ് വില ഉയരുകയും പണപ്പെരുപ്പത്തിൻ്റെയും പലിശനിരക്ക് വർധനയുടെ ആശങ്കകൾ സജീവമാവുകയും ചെയ്തതോടെ സ്വർണ്ണവിലയിൽ വമ്പൻ ഇടിവ്. അന്താരാഷ്ട്ര സ്വർണ്ണവില 1.67% ഇടിഞ്ഞ് $4,434. കേരളത്തിൽ 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 55 രൂപ കുറഞ്ഞ് 14,510 രൂപയായി. പവന് 440 രൂപ കുറഞ്ഞ് 1,16,080 രൂപയാണ് ഇന്നത്തെ വില. വരും ദിവസങ്ങളിലും സ്വർണ്ണത്തിൽ ശക്തമായ ഇടിവാണ് സാമ്പത്തിക വിദഗ്ധർ പ്രവചിക്കുന്നത്. ഉയർന്ന വ്യോമയാന ഇന്ധന നിരക്ക് രാജ്യത്തെ വിമാന കമ്പനികളുടെ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നു. ആഭ്യന്തര വിമാന സർവീസുകൾ 5 മുതൽ 7% വെട്ടിക്കുറയ്ക്കാനാണ് ഇൻഡിഗോയുടെ തീരുമാനം. അന്താരാഷ്ട്ര വിമാന സർവീസുകളിൽ 17% കുറവ് ഇൻഡിഗോ നേരത്തെ തന്നെ വരുത്തിയിരുന്നു. ആഭ്യന്തര സർവീസുകളിൽ 22% കുറവ് വരുത്താനാണ് ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യ ആലോചിക്കുന്നത്.